إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ألم نجعل له عينين ولسانا وشفتين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ഓരോ അനുഗ്രഹത്തെപ്പറ്റിയും കൃത്യമായ വിചാരണയും ചോദ്യവും നാളെ പരലോകത്തുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നേ ദിവസം നിങ്ങൾ അനുഭവിക്കുന്ന ഏത് അനുഗ്രഹങ്ങളാണോ അതിനെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത ഏറ്റവും ഗൗരവമേറിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്
നമുക്ക് സംസാരിക്കാനുള്ള നാവ് നൽകി എന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്തുൽ ബലദിൽ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബലദിലെ 8-9 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് നാം 2 കണ്ണുകൾ നൽകിയില്ലേ, വലിസാനം വശഫതൈൻ, നിങ്ങൾക്കൊരു നാവും 2 ചുണ്ടുകളും നാം നൽകിയില്ലേ. അല്ലാഹു പ്രത്യേകമായി സംസാരിക്കാനുള്ള കഴിവെന്ന ആ നാവെന്ന അനുഗ്രഹത്തെ പ്രത്യേകമായി എടുത്തു വെച്ചുകൊണ്ട് മനുഷ്യരോട് ആ അനുഗ്രഹത്തെ എണ്ണി പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് നാവുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരാശയവിനിമയം നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകുമ്പോഴാണ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഗൗരവവും ഒക്കെ പലപ്പോഴും നമ്മൾ അറിയാറുള്ളത്. എന്നാൽ ഇവിടെ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നാവെന്ന മഹത്തായ ഈ അനുഗ്രഹത്തെ നമ്മൾ അതിനെ കാണുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ്. ധാരാളം ഖൈറുകൾ, നന്മകൾ നമുക്കതിലൂടെയുണ്ട്. നാവ് കൊണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങളുണ്ട്. ആളുകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളുടെ നാവുകൾ ഉപയോഗിച്ച് രഞ്ജിപ്പുണ്ടാക്കാൻ കഴിയും. ആളുകൾക്കിടയിൽ അതേപോലെ തന്നെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളിൽ രമ്യതയുണ്ടാക്കാനും ആളുകളിൽ അംഗീകാരം കിട്ടാനും ഒക്കെ ഒരാളുടെ സംസാരം വലിയൊരു കാരണമായി മാറാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ നാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണുമ്പോൾ തന്നെ അതിൻ്റെ വിപത്തുകൾ, വലിയ വിപത്തുകൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ, അമൽ സ്വാലിഹാത്തുകളെ പോലും തകർത്തുകളയുന്ന മാരകമായ അപകടമുള്ള സാധനമാണ് എല്ലില്ലാത്ത ഈ അവയവം, നാവ് എന്ന അവയവം എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവിനെ, സംസാരത്തെ ഏറ്റവും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന പ്രവാചകന്റെ ഒട്ടേറെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ. സംസാരിക്കുകയാണെങ്കിൽ അവൻ ഖൈറായത് സംസാരിക്കട്ടെ. ഔ ലിയസ്മുത്, പ്രവാചകൻ പറയുകയാണ്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. മാത്രമല്ല, ഈ നാവെന്ന സംസാരത്തെ, ഈ നാവെന്ന അനുഗ്രഹത്തെ പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറയുന്ന 2 കാര്യത്തെ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രവാചകൻ മനുഷ്യരോട് പറയുന്നത്, വിശ്വാസികളോട് പറയുന്നത്, റസൂലുള്ളാഹി പറയുന്നത്, മൻ യദ്മൻ ലി, ആരെങ്കിലും എനിക്ക് 2 കാര്യത്തെ പറ്റി ഉറപ്പു നൽകുകയാണെങ്കിൽ, അത് സൂക്ഷിക്കുമെന്ന്, അത് ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു നൽകുകയാണെങ്കിൽ, ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പു നൽകാം, സ്വർഗത്തിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പ്രവാചകൻ പറയാണ്. പക്ഷേ 2 കാര്യങ്ങൾ നിങ്ങൾ ദുനിയാവിൽ എനിക്ക് സൂക്ഷിക്കുമെന്ന്, ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പു തരണം. എങ്കിൽ അവനു വേണ്ടി പരലോകത്ത് ഞാൻ സ്വർഗം ഉറപ്പു നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ 2 കാര്യങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ 2 കാര്യങ്ങൾ ഏതാണ്? മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി. ഒന്ന് പ്രവാചകൻ എണ്ണിയത് മാ ബൈന ലഹ്യൈഹി, അവന്റെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം, നാവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വമാ ബൈന റിജ്ലൈഹി, അവന്റെ 2 തുടയെല്ലുകൾക്കിടയിലുള്ള അവയവം. അപ്പൊ അവന്റെ സംസാരത്തെയും അവന്റെ ലൈംഗിക വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗം തരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. കാരണം ഈ 2 കാര്യത്തെ എന്തുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്? പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത് ഈ വിഷയത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഈ കാര്യത്തെ നമുക്ക് എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ ഇതിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന, നാവിനാൽ ഒരു മനുഷ്യന് ബാധിക്കുന്ന ധാരാളം അപകടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ, ഇന്നൽ അബ്ദ യതകല്ലമു ബികലിമത്തിൻ മിൻ റിദ്വാനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ ചില ആളുകൾ സംസാരിക്കും. അവൻ അത്ര കണ്ട് ആലോചിക്കാതെ തന്നെ നന്മയായ കാര്യങ്ങൾ സംസാരിക്കും. ആ നന്മയായ കാര്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന്റെ ദറജകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയരും, അവന് സ്വർഗത്തിലേക്ക് പദവികൾ ഉയർത്തപ്പെടും. എന്നാൽ നേരെ തിരിച്ചും റസൂലുള്ളാഹി പറഞ്ഞു, വേറെ ചില ആളുകൾ ചില കാര്യങ്ങൾ അവർ സംസാരിക്കും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചില കലിമത്തുകളാണ് അവർ സംസാരിക്കുന്നത്. അവൻ വേണ്ടത്ര ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല, എന്നാൽ അതുകൊണ്ട് അവൻ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് വീഴാൻ അത് കാരണമാകുമെന്നാണ്. ഒരൊറ്റ ഹദീസാണ്. നാവ് കൊണ്ട് ഒരാൾക്ക് സ്വർഗം നേടാനും കഴിയും,
നരകം നേടാനും കഴിയും എന്നൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ, വളരെ സൂക്ഷ്മതയോടെ നമ്മൾ സംസാരത്തിലൂടെ വരുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തും. നരകം വിലക്കു വാങ്ങുന്ന ആളുകളായി, നന്മകൾ തകർന്നടിഞ്ഞു പോകുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പല സന്ദർഭങ്ങളിലും പ്രവാചകന്റെ അടുത്തേക്ക് സഹാബികൾ കടന്നു വന്നിട്ടുണ്ട്, ഉപദേശങ്ങൾ തേടി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ഒരു സഹാബി സുഫിയാൻ ബിൻ അബ്ദില്ല എന്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, മാ അഖ്വഫ് മാ തഖാഫു അലയ്യ, നിങ്ങൾ എന്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ഏതാണ് പ്രവാചകരെ, എനിക്കൊന്ന് പറഞ്ഞു തരൂ. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് ഫഅഖദ ബിലിസാനിഹി, പ്രവാചകൻ അവിടുത്തെ നാവ് ഇങ്ങനെ പിടിച്ച്, ബിനഫ്സിഹി, സ്വന്തം നാവ് പിടിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹാദാ, ഇതാണ് നീ പേടിക്കേണ്ടത്, ഇതിനെ നീ ശ്രദ്ധിച്ചോ എന്ന് ഉപദേശം തേടി വന്ന സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങൾ പരിധികൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നത് ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത്. നമ്മുടെ സംസാരങ്ങൾ അതിര് കടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഗീബത്തുകളും നമീമത്തുകളും കളവുകളും ഒക്കെ നമ്മുടെ സംസാരത്തിലൂടെ കടന്നു വരുന്നുണ്ടോ? വളരെ ഗൗരവമേറിയ ചിന്ത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരദൂഷണത്തെ പറ്റി, ഗീബത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മൽ ഗീബ. റസൂൽ ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതദറൂന മൽ ഗീബ. പ്രവാചകൻ സഹാബികളോട് ചോദിച്ചു, ഞങ്ങളോട് ചോദിച്ചു, എന്താണ് ഗീബത്ത് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അലം, പ്രവാചകരെ, അള്ളാഹുവിനും വഹിയുള്ള പ്രവാചകനുമാണ് കൂടുതൽ അറിയുന്നത്, ഞങ്ങൾക്കറിയില്ല. പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് ഗീബത്ത് എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരനെ പറ്റി അവന് വെറുപ്പുള്ള ഒരു കാര്യം സംസാരിക്കലാണ് ഗീബത്ത്. ആ സമയത്തു തന്നെ പ്രവാചകന്റെ സദസ്സിൽ നിന്ന്, സഹാബികളിൽ നിന്ന് ഒരു ചോദ്യം വീണ്ടും വരികയാണ്. പ്രവാചകൻ ഗീബത്തിന്റെ നിർവചനം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് നിർവചനം? ഒരാളിലുള്ള ഒരു ന്യൂനത, അവന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം നീ സംസാരിക്കുക എന്നതാണ് എന്ത്? അവന് വെറുപ്പുള്ള ഒരു കാര്യം മറ്റൊരാളോട് സംസാരിക്കുക, അതാണ് ഗീബത്ത്. ഖീല, ചോദിക്കപ്പെട്ടു, അഫറൈത ഇൻ കാന ഫി അഖീ മാ അഖൂൽ, അല്ലയോ പ്രവാചകരെ, അവനിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്നത്, എങ്കിൽ അത് ഗീബത്താകുമോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പ്രവാചകൻ പറഞ്ഞു, അവനിൽ ഉള്ള കാര്യം നീ സംസാരിക്കൽ തന്നെയാണ് ഗീബത്ത്. അവനിൽ ഇല്ലാത്ത കാര്യം നീ പറയുക എന്നത് അത് കളവായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുക എന്നാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കിയേ, നമ്മൾ ഒരാളെ പറ്റി അയാളുടെ അസാന്നിധ്യത്തിൽ മറ്റൊരാളോടുള്ള സംസാരങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ വന്നു പോകുന്ന അയാളുടെ ന്യൂനതകൾ, അത് അയാൾ കേട്ടാൽ അയാൾക്ക് വെറുപ്പുണ്ടാവുകയില്ലേ, എങ്കിൽ അത് ഗീബത്താണ് എന്നാണ്. ആ ഗീബത്തിലൂടെ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. ഗീബത്തുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ നിങ്ങൾ ദുഷിച്ചു പറയരുത്. എന്നിട്ട് അതിനെ വിശേഷിപ്പിച്ചത് എന്തുമായിട്ടാണ്? ദുഷിച്ചു പറയാം, മറ്റൊരാളെ പറ്റി ഗീബത്ത് പറയുക എന്നത്. അതിന്റെ ഗൗരവം എന്താ പറഞ്ഞത്? അയുഹിബ്ബു അഹദുകും അയ്യകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്, നിങ്ങളുടെ സഹോദരൻ മയ്യത്തായി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. ഫകരിഹ്തുമൂഹു, നിങ്ങൾ അതിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ പച്ചമാംസം തിന്നുന്നത് പോലെയാണ് സ്വന്തം സഹോദരനെ പറ്റി ഗീബത്തുകൾ പറയുന്നത് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു എല്ലാ പാപവും പുറത്തു തരുന്ന തവ്വാബാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, റഹീമാണ്, കരുണാനിധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. പ്രവാചകൻ മിഅറാജിന്റെ യാത്രയിൽ പ്രവാചകൻ കണ്ട വ്യത്യസ്ത കാഴ്ചകളിൽ ഒരു കാഴ്ചയായിരുന്നു, പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. സ്വഹിയായ ഹദീസുകളിൽ നമുക്ക് കാണാം, ലമ്മാ ഉരിജ ബി മറർതു ബി ഖൗമിൻ, പ്രവാചകൻ പറയാണ്, ഒരു ഖൗമിന്റെ അടുത്തുകൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ അവരുടെ പ്രത്യേകത എന്താണ്? ലഹും അൽഫാറും മിൻ നുഹാസ്, അവർ ചെമ്പുകൾ കൊണ്ടുള്ള നഖങ്ങൾ അവർക്കുണ്ട്. എന്നിട്ട് യഖ്മിശൂന വുജൂഹഹും, അവർ സ്വന്തം അവരുടെ മുഖങ്ങൾ മാന്തിപ്പൊളിക്കുന്നു. വസുദൂറഹും, അവരുടെ നെഞ്ചുകൾ അവർ മാന്തിപ്പൊളിക്കുന്നു.
അപ്പൊ ഇത് കണ്ടപ്പോ ഈ രംഗം പ്രവാചകൻ കാണുകയാണ്. കൂടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമയോട് പ്രവാചകനോട് ഫഖുൽതു, റസൂല പറയാണ്, ഞാൻ ചോദിച്ചു, മൻ ഹൗലാ യാ ജിബ്രീൽ, ഈ ശിക്ഷ അനുഭവിക്കുന്നവർ ആരാണ് ജിബ്രീൽ? മുഖം മാന്തിപ്പൊളിക്കുന്ന, നെഞ്ചു മാന്തിപ്പൊളിക്കുന്ന ഇവർ ആരാണ്? എന്തിന്റെ പേരിലാണ് ഇവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാണ്, ഹൗലായില്ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നവരാണ്. അതായത് ഗീബത്തുകൾ പറഞ്ഞു നടന്നവർക്കുള്ള ശിക്ഷയാണ്. വയഖഊന ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയ ആളുകളാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിലൂടെ മറ്റുള്ളവർക്ക് പരിക്കേൽക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, അതേപോലെയുള്ള ഗീബത്തുകൾ, നമീമത്തുകൾ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണാം. എന്തുകൊണ്ട് ഗൗരവത്തിൽ കാണണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ നന്മകൾ പോലും, അമലു സ്വാലിഹാത്തുകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മൾ മഗ്രിബ് നമസ്കരിച്ചു, റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചു, അതൊക്കെ നമുക്ക് നാളെ പ്രതിഫലമായി നാളെ പരലോകത്ത് ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നമ്മുടെ നന്മകളെല്ലാം മറ്റുള്ളവർ വാരിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാവ് കൊണ്ടുണ്ടായ വിപത്തുകൾ കൊണ്ട് കാരണമാകുന്നതാണ്. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കാണ്, അതദറൂന മനിൽ മുഫ്ലിസ്, സഹാബിമാരെ, നിങ്ങൾക്ക് ആരാണ് പാപ്പരായവർ എന്ന് നിങ്ങൾക്കറിയുമോ? പാവപ്പെട്ടവർ, മുഫ്ലിസ്, പരാജയപ്പെട്ടവർ, നഷ്ടക്കാരായ ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിലെ, ഞങ്ങളുടെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവരാരാണ്? ഞങ്ങളുടെ കൂട്ടത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവർ ദീനാറുകളും ദിർഹമുകളും ഇല്ലാത്തവരെയാണ് ഞങ്ങൾ പാവപ്പെട്ടവരായി കണക്കാക്കിയിരുന്നത്. ദീനാറും ദിർഹമും അതേപോലെ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ആളുകളെയാണ് ഞങ്ങൾ പാവങ്ങളായി കണക്കാക്കിയത്, പിന്നെ മുഫ്ലിസായി കണക്കാക്കിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ മുഫ്ലിസ് ആരാണെന്ന് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസുകൾ, പരാജിതർ, പാവപ്പെട്ടവർ, നഷ്ടക്കാരാരാണ്? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, നാളെ പരലോകത്ത് അവര് വലിയ കൂമ്പാരം നന്മകളുമായി അവർ പരലോകത്ത് വരും. അവരെ കയ്യിൽ നമസ്കാരമുണ്ട്, അതേപോലെ നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സ്വതക്കയുണ്ട്, ഇതെല്ലാമായി പരലോകത്ത് വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മകൾ എന്ത് ചെയ്യും? അവരെ കൊണ്ടുവരും. എന്നിട്ട് അവർ ഇന്ന ആളുകളെ രക്തം ചിന്തിയിട്ടുണ്ട്, ഇന്ന ആളുകളെ പറ്റി ഗീബത്തുകളും നമീമത്തുകളും പറഞ്ഞിട്ടുണ്ട്, അവനാൽ ആർക്കൊക്കെ ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഇവന്റെ നന്മകൾ, ഹസനാത്തുകൾ എന്ത് ചെയ്യും? കൊടുക്കുന്നതാണ്. ഇവൻ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നിന്ന് അവർക്കെല്ലാം കൊടുക്കും. ഇവൻ ആരെ പറ്റിയാണ് ഗീബത്ത് പറഞ്ഞത്? അവർക്കൊക്കെ ഇവന്റെ ഖൈർ, ഇവന്റെ അമലു സാലിയാത്തുകൾ വീതം വെച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഹദീസിലെ അവസാന ഭാഗം എന്താണ്? ഇവന്റെ ഹസനാത്തുകൾ തീർന്നു, ഇവൻ ചെയ്ത നന്മകളെല്ലാം തീർന്നു, എന്നിട്ടും ഇവന്റെ നാവിനാലുള്ള ഗീബത്തുകളും നമീമത്തുകളും ബാക്കിയാണ്, ഇവന്റെ ഇരകൾ ബാക്കിയാണ്. എങ്കിൽ അവരുടെ പാപങ്ങൾ ഇവന്റെ തലയിലേക്ക് വെച്ചുകെട്ടി സുമ്മ തുരിഹ ഫിന്നാർ, പിന്നീട് നരകത്തിലേക്ക് ആ മനുഷ്യനെ വലിച്ചെറിയപ്പെടുന്നതാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ ഗൗരവമാണ്. ആ മനുഷ്യൻ നോമ്പെടുക്കാത്ത ഒരു അവിശ്വാസിയായ വ്യക്തിയല്ല, അല്ലെങ്കിൽ നന്മകളൊന്നും ചെയ്യാതെ അങ്ങനെ നടക്കുന്ന ഒരാളല്ല. എല്ലാ ഖൈറുകളും അമലുസ്വാലിഹാത്തുകളും ചെയ്യാൻ മാത്സര്യം കാണിച്ച ഒരു വ്യക്തി എന്തിന്റെ പേരിലാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്? ഒറ്റ അവയവം കൊണ്ട് അവൻ പരാജയപ്പെട്ടു. നാവെന്ന അവന്റെ ഈ അവയവം കൊണ്ട് അവൻ അനിയന്ത്രിതമായി അവൻ സംസാരിച്ച സംസാരം കൊണ്ട് അവൻ നരകം ഏറ്റുവാങ്ങേണ്ടി വന്നു. വളരെ വലിയ ഗൗരവത്തിലാണ് നമ്മൾ ഇത് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നാലാള് കൂടി നിൽക്കുമ്പോൾ പലപ്പോഴും ശൈത്താൻ നമ്മളിൽ ഉണ്ടാക്കുക, ഞാൻ ഗീബത്തല്ല പറയുന്നത് എന്ന് തോന്നിപ്പിക്കും. ഗീബത്തായിട്ട് പറയല്ല, എന്നിട്ട് ഗീബത്താണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസാരങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണണം എന്നുള്ളതാണ്. മാത്രമല്ല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സ്ത്രീയെ പറ്റി ഒരു സഹാബി വന്ന് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കാണ്, ഒരു സ്ത്രീയെ പറ്റി ചോദിക്കാണ്. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? സഹാബികൾ പറയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഫുലാനത്തുൻ തസൂമുൻ നഹാർ, ഒരു പെണ്ണ്, ഒരു അയൽവാസിയായ പെണ്ണ് എനിക്കുണ്ട്, അവൾ പകൽ നോമ്പെടുക്കും, അതേപോലെ തന്നെ വതഖൂമുൽ ലൈൽ, രാത്രി നമസ്കരിക്കും, അങ്ങനെ സ്വതക്കകൾ ചെയ്യും, ധാരാളം നന്മകൾ ചെയ്യുന്ന ഒരു പെണ്ണാണ്. ഇതൊക്കെ നന്മ അങ്ങനെ ലിസ്റ്റ് എണ്ണിയിട്ട് അവസാനം ആ സഹാബി പറയാണ്, ആ പെണ്ണ് ബിൽ ലിസാൻ, പക്ഷെ ഒരൊറ്റ പ്രശ്നം ആ പെണ്ണിനുണ്ട്, നാവ് കൊണ്ട് അയൽവാസികൾ ഉപദ്രവിക്കും. അവർക്കൊന്നും വളരെ ഉപദ്രവകാരിയാണ് ഈ സ്ത്രീ, അവരൊക്കെ ഉപദ്രവമുണ്ട്, നാവ് കൊണ്ട് ഉള്ള ഉപദ്രവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണിന്റെ വിധി എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രവാചകൻ ഒരൊറ്റ
പ്രയോഗമാണ് നടത്തിയത്. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. അപ്പൊ ആദ്യം പറഞ്ഞ നന്മകളൊന്നും കാണാത്ത രൂപത്തിൽ പ്രവാചകൻ നാവ് കൊണ്ടുള്ള അപകടമാണ്. എത്ര വലിയ നന്മകൾ ചെയ്താലും ആ നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ആ നന്മകളെ അത് ബാത്തിലായി കളയുന്നതാണ്, അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. നമ്മൾ സ്വയം ആലോചിക്കണം, നമ്മുടെ സംസാരം അത് നല്ലതാണോ അതല്ലെങ്കിൽ പരിധികൾ വിടുന്നുണ്ടോ, നമ്മൾ സ്വയം അതിനെപ്പറ്റി ആലോചിക്കുകയും വിചിന്തനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മുൻഗാമികളായ പണ്ഡിതന്മാർ, സലഫു സ്വാലിഹീങ്ങൾ, അവർ ഏറെ ഭയപ്പെട്ട കാര്യമായിരുന്നു അവരുടെ സംസാരങ്ങളിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ. ലഖദ് കാന ഖൗഫ സലഫു സ്വാലിഹീൻ ബിആഫാത്തിൽ ലിസാനിൻ അലീമ, നാവ് കൊണ്ടുള്ള വിപത്തിനെ ഭയപ്പെട്ടവരായിരുന്നു മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനെ നമുക്ക് ശ്രദ്ധയോടെ കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ഈമാനിനെ പോലും ബാധിക്കുന്ന കാര്യമാണ് നാവ്. ഒരു ഹദീസിലെ പ്രയോഗം ഇങ്ങനെയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമു ഖൽബുഹു, ഒരാളുടെ ഈമാൻ നേരെയാവുകയില്ല അവന്റെ കൽബ് നേരെയാകുന്നത് വരെ. അടുത്ത പ്രയോഗം എന്താ, വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, ഒരാളുടെ കൽബ് നേരെയാവുകയില്ല അവന്റെ നാവ് നേരെയാകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ നാവ് നേരെയായാലാണ് അവന്റെ കൽബ് നേരെയാവുക, അവന്റെ കൽബ് നേരെയായാലാണ് അവന്റെ ഈമാൻ നേരെയാവുക. അപ്പൊ അവന്റെ നാവിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ അവന്റെ ഈമാനിനെ പോലും അത് ബാധിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ സമീപനം എന്തായിരിക്കണം? അത് അതുപോലെ മറ്റൊരാളോട് പറയലാണോ? അല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹുജറാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു, ഇൻജാഅകും ഫാസിഖും ബിനബയിൻ, ഒരു അധർമ്മകാരി വല്ല വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി ചോദിച്ചറിയണം, അന്വേഷിച്ചറിയണം. അല്ലെങ്കിലോ നിങ്ങൾ ഒരു വിഭാഗത്തിന്, ഒരു ജനതക്ക് നിങ്ങൾ കാരണം വിപത്തുകൾ ഉണ്ടാകാനും നിങ്ങൾ ഖേദിക്കാനും അത് കാരണമാകുമെന്നാണ്. മാത്രമല്ല ഒരാളുടെ മേൽ കളവായി രേഖപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യനിൽ കളവായി രേഖപ്പെടുത്താൻ മതിയായതാണ് അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതെല്ലാം പറഞ്ഞു നടക്കുക എന്നത് മാത്രം മതി. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമില്ല, അതങ്ങനെ പറയാ. അത് കളവായി രേഖപ്പെടുത്താൻ അത് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തമാശക്ക് പോലും, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പോലും കളവ് പറയുന്നതിനെ പ്രവാചകൻ വൈൽ എന്നാണ് പറഞ്ഞത്. വൈലുൻ, ഒരു വട്ടമല്ല, രണ്ടു വട്ടം പറഞ്ഞു. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം, ഒരു വിഭാഗം ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾക്ക് നാശം. വൈലുല്ലഹു വൈലുല്ലഹു, അവനു നാശം, അവനു നാശം എന്ന് പ്രവാചകൻ ആവർത്തിച്ചു പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ നാവിനാലും എൻ്റെ കയ്യിനാലും എല്ലാവരും സുരക്ഷിതരാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഏറ്റവും നല്ല മുസ്ലിം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും നല്ല അയ്യുൽ മുസ്ലിമൂൻ അഫ്ളൽ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടി എന്താ? വളരെ ചുരുങ്ങിയ, വളരെ സംക്ഷിപ്തമായ മറുപടിയാണ്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ കയ്യിനാലും അവന്റെ നാവിനാലും സുരക്ഷിതരാണോ എങ്കിൽ അവനാണ് ഏറ്റവും നല്ല മുസ്ലിം എന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക, നമ്മൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല നമ്മുടെ സംസാരങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം നിന്നുകൊണ്ടാകരുത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാ തുക്സിറുൽ കലാം ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിന്റെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലോ ഉത്ബോധനമോ ദീനിന്റെ കാര്യമോ ഒന്നുമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ധാരാളം സംസാരിക്കുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞെന്താ, ഫൈന കസ്റത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റോ അള്ളാഹിനെ പറ്റിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലോ ദീനിന്റെ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെറും ദുനിയാവിന്റെ ചില വർത്തമാനങ്ങൾ മാത്രമാകുന്ന ദീർഘമായ സംസാരങ്ങൾ ഒരാളെ ഖസ്വത്തുൽ ഖൽബ്, അവന്റെ ഹൃദയത്തെ അത് കാഠിന്യമുള്ളതാക്കുമെന്നാണ്. വൈന്ന അബഅദൻ നാസി മിനല്ലാഹി തആല അൽ ഖൽബുൽ ഖാസി, ഹൃദയം കെടുത്തവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ, അതേപോലെ കളവ് പറയുക, തർക്കിക്കുക, ഈ കാര്യത്തെ എല്ലാം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ 3 കാര്യത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവർക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ വീടുണ്ട്, സ്വർഗത്തിന്റെ മധ്യത്തിൽ വീടുണ്ട്, സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് വീടുണ്ട്. ആർക്കാണത്? ഒന്ന് കളവ്, സംസാരങ്ങളിൽ കളവ് ഒഴിവാക്കുന്ന ആളാണ്. മറ്റൊന്ന് തർക്കം ഒഴിവാക്കുന്ന ആളാണ്. അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവമുള്ള വ്യക്തി,
ഈ 3 കാര്യത്തെയാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞത്. ഇവർക്ക് എന്താണ് പ്രതിഫലം? സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അവർക്ക് ഏറ്റവും വലിയ വീടുകൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങളെ, പ്രത്യേകിച്ച് സംസാരങ്ങളിൽ കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവ് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഗൗരവപ്പെട്ട കളവ്. അത് പ്രവാചകൻ പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫിന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ, സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് ഏറ്റവും ഗൗരവപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒരുപക്ഷെ നമ്മളും അതിൽ പെട്ടുപോകാം. എങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല ഹദീസുകൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ദുർബലവും വ്യാജവുമായ ചില കണ്ടന്റുകൾ അടങ്ങിയ സംഗതികളായിരിക്കും. അത് പ്രചരിപ്പിക്കുന്നതിലൂടെ പ്രവാചകൻ പറയാത്തത് നമ്മൾ പ്രചരിപ്പിക്കുകയാണ്. കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് പ്രവാചകന്റെ പേരിൽ ബോധപൂർവമായി ഇവിടെ ശിർക്കിനും ബിദ്അത്തിനും ഒക്കെ പ്രവാചകന്റെ പേരിൽ കളവ് പറയുന്നവരുണ്ട്. അവരൊക്കെ ഭയപ്പെടേണ്ടത് നരകത്തിൽ അവർ ഒരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. അതേപോലെ തന്നെ ഒരു കുട്ടിയോട് ഒരു സഹാബി നിനക്ക് വല്ലതും തരാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? നീ കൊടുക്കാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവനെ വിളിക്കുകയും ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്തവനാണെങ്കിൽ നീ കളവ് പറഞ്ഞവനായി രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അത് നമ്മൾ കുട്ടികളോടും മറ്റുമൊക്കെ നമ്മൾ അവരോടൊക്കെ സഹവസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. നമ്മുടെ ഓരോ സംസാരങ്ങളെയും കൃത്യമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ സംസാരങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് രേഖപ്പെടുത്താതെ നിങ്ങൾ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായക്ക് സീല് വെക്കുന്ന, നാവുകൾക്ക് സീല് വെക്കുന്ന ഒരു പരലോകം വരാനുണ്ട്. ഇവിടെ നമ്മൾ നിയന്ത്രണമില്ലാതെ സംസാരിക്കുമ്പോഴും അവിടെ നാവല്ല സംസാരിക്കുക, ഇവിടെ നമ്മളെ നാവാണ് സംസാരിക്കുന്നത്. പരലോകത്ത് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായക്ക് സീല് വെക്കും. അതേപോലെ തന്നെ വതുകല്ലിമുന ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതശഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. ബിമാ കാനു യക്സിബൂൻ, അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ പറ്റി. കൈയും കാലുമാണ് പരലോകത്തുനിന്ന് അള്ളാഹു സംസാരിപ്പിക്കാന്നാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വിധിവിലക്കുകളെ, പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടു കൂടി കാണുകയും നമ്മൾ എന്ത് ചെയ്യണം? സംസാരത്തിൽ വരുന്ന ഇത്തരം അപകടങ്ങളെ ജാഗ്രതയോടുകൂടി കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ വലിയ സങ്കടത്തിലാഴ്ത്തിയ ഒരു വിമാനാപകടം അഹമ്മദാബാദിൽ ഇന്നലെ ഉച്ചയോടെ ഉണ്ടായതായി നമ്മളൊക്കെ അറിഞ്ഞു. അവിടെ വിമാനം മെഡിക്കൽ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിന് മുകളിൽ വീഴുകയും ധാരാളം ആളുകൾ മരണപ്പെടുന്ന വലിയൊരു ദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടായി. 269ഓളം ജീവനുകളാണ് ഇതിനകം മരണപ്പെട്ടതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. 242 യാത്രക്കാരുണ്ടായിരുന്നതിൽ 241 പേരും അതിൽ മരണപ്പെട്ട വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അതിലൊരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയുമൊക്കെ നമ്മൾ മീഡിയകളിലൂടെ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ ഇത്തരം വലിയ വാർത്തകളും ദുരന്തങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വേദനയും മനുഷ്യരുടെ വിയോഗത്തിലുള്ള വേദനയും ഒക്കെ നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങൾ ഇത്തരം സംഭവങ്ങളിലൂടെ എല്ലാം നമ്മൾ വായിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ വലിയൊരു ദുരന്തം ഇവിടെ നമ്മുടെ
രാജ്യത്തുണ്ടായപ്പോൾ മനുഷ്യൻ അവൻ്റെ കണ്ടെത്തലുകളും അവൻ്റെ കണ്ടുപിടുത്തങ്ങളും ഏറ്റവും ഉത്തുംഗതിയിൽ എത്തി നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഇത്തരം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. എത്ര വലിയ ഉന്നതങ്ങളിലേക്ക് മനുഷ്യൻ എത്തിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും തീരുമാനത്തിനു മുമ്പിലും മനുഷ്യൻ നിസ്സഹായനാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ അവൻ ദുർബലനായിട്ടാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ്. നമ്മൾ പല ഘട്ടത്തിലും ചരിത്രത്തിൽ കണ്ടതാണ്. കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത, വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്ത വിധം അതൊക്കെ ബ്ലോക്കാകുന്ന അവസ്ഥകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. മനുഷ്യന്റെ ദുർബലതയും നിസ്സഹായാവസ്ഥയും ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണ് ഇത്തരം സമയങ്ങൾ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മരണം എന്നത് നമ്മളെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആ വിമാനത്തിലേക്ക് കയറുന്ന, കുടുംബസമേതം അതിലേക്ക് കയറിയ ആളുകൾ, നൂറുകണക്കിന് മനുഷ്യന്മാർ, തങ്ങൾ കയറുന്നത് കുടുംബത്തോടെ മരണത്തിലേക്കാണ് എന്ന് അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല. അതിൽ നിന്ന് വീഡിയോകളും മറ്റു ചിത്രങ്ങളുമൊക്കെ പുറത്ത് വിട്ട് കുടുംബങ്ങൾക്ക് അയച്ചു കൊടുത്തവർ അതിലുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടു. ഇവിടെ എവിടെയായാലും മനുഷ്യൻ ആ മരണത്തിന്റെ രുചി അവൻ അനുഭവിക്കും, അവനെ കണ്ടുമുട്ടുമെന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു, മരണത്തിൽ നിന്ന് അവർ ഓടി ഒളിക്കുന്നു, അവർ ഓടുന്നു. ഫൈന്നഹു മുലാഖീകും, പക്ഷേ ആ മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. അതൊരു സംശയവുമില്ലാത്ത വിധം ഓരോ മനുഷ്യനെയും ആ മരണം അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവിലേക്ക് എല്ലാവരും മടക്കപ്പെടും. ഫയുനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായി അവിടെ വിചാരണ ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ നമ്മളൊരു മരണം കേൾക്കുമ്പോൾ, ഒരു അപകട വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുള്ള വാചകമാണെന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ളവരാണ് എന്നാണ് നമ്മൾ പറയുന്നത്. മരിച്ചാൽ മാത്രമല്ല, വലിയ ദുരന്തങ്ങളും അപകട വാർത്തകളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ. ആ മരണത്തെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ എവിടെ വെച്ചാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, നമുക്കൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാനും നമ്മുടെ ജീവിതത്തെ ഹറാമുകളിൽ നിന്ന് മുക്തമാക്കാനും അള്ളാഹുവിന്റെ വിധിവിലക്കുകളിലേക്ക് കൂടുതൽ അത് ജീവിതത്തിലേക്ക് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആ തഖ്വയോടുകൂടി ജീവിക്കാനും ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് കാരണമാകണം എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളിൽ ഒരാൾക്കും അറിയില്ല. വമാ തദ്രീ നഫ്സും ബി അയ്യാർദിൻ തമൂത്ത്, നിങ്ങൾ ഏത് ഭൂമിയിൽ വെച്ച് മരണപ്പെടുമെന്ന് നിങ്ങളിൽ ഒരാൾക്കും അറിയില്ല. അപ്പൊ നമ്മൾ എവിടെ വെച്ച് മരിക്കും നമുക്കൊരാൾക്കും അറിയില്ല. അത് വിമാനത്തിലാണോ, തീവണ്ടിയിലാണോ, കാറിലാണോ, അല്ലെങ്കിൽ വീട്ടിലാണോ, എവിടെയാണ് നമുക്കൊരാൾക്കും അറിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ച ആ സമയവും ആ സ്ഥലവും എത്തുമ്പോൾ അത് കൃത്യമായി എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് പിന്തിക്കപ്പെടുകയോ മുന്നോട്ടാക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ വിധി കൃത്യമായി നടപ്പിലാക്കപ്പെടും. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു രൂപപ്പെടുമ്പോൾ 4 മാസം പൂർത്തിയാകുമ്പോൾ അവന്റെ അജൽ അവിടെ സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവന്റെ ആയുസ് എത്രയാണ്? അവൻ 25, 36, 53. നമ്മൾ അകാലത്തിൽ മരണപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു, പെട്ടെന്നുള്ള മരണമെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിധിയിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ഈ ലോകത്ത് ജനിച്ചു വീണ ഓരോ മനുഷ്യനും എപ്പോൾ മരണപ്പെടണം എന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം മരണചിന്ത നൽകുകയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ സൂക്ഷ്മതയുള്ളതാക്കി തീർക്കുകയും ചെയ്യാൻ ഇത്തരം സംഭവങ്ങൾ പാഠമാകണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെ വെച്ചാണെങ്കിലും മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ശക്തമായ ഒരു കോട്ടക്കുള്ളിലാണെങ്കിലും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് ഇവിടം അവസാനിക്കുന്നില്ല. ഇവിടെ വന്നത് എന്നൊന്നും ഇവിടെ ജീവിക്കാനുമല്ല,
നമുക്ക് ശാശ്വതമായ ഒരു ലോകം മരണാനന്തര ജീവിതത്തിൽ വരാനുണ്ട്. കുറച്ചു കാലമുള്ള ഒരു പരീക്ഷണത്തിനാണ്. ലി അബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ ഒരു ചെറിയ കാലം, ഒരു 30 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, ഒരു ചെറിയ കാലപരിധി അള്ളാഹു ദുനിയാവിൽ നമുക്ക് ജീവിതവും മരണവും നൽകിയതിന്റെ ലക്ഷ്യം അതാണ്. ഇവിടെ എല്ലാം മതിമറന്ന് ജീവിക്കാനല്ല. അതുകൊണ്ട് തന്നെ മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ മരണവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ നമുക്ക് കൂടുതൽ ദീനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗം പൂർണ്ണമായും ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അവർക്കെല്ലാം അല്ലാഹു ഇനി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.